friends, welcome to Simis kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ വെച്ചിട്ട് വടയാണ്. ഇത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് ചെറുപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. ഇത് അരയ്ക്കുമ്പോൾ നല്ല ഫൈൻ ആയിട്ടൊന്നും അരയണ്ട, ചെറിയ തരിയോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ചെറിയ തരിയായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. രണ്ടാമത്തെ ബാച്ചും അതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്കൊരു ചെറിയ സവാള വേണം. അത് ഇതുപോലെ തന്നെ വലുതാക്കി അരിഞ്ഞിടാം. അതും അരച്ച് തന്നെയാണ് എടുക്കേണ്ടത്. പത്ത് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, അതും ചെറുതായിട്ട് തന്നെ കണ്ടിച്ചിടാം. ഇതിനാവശ്യമുള്ള ഉപ്പ്, കുറച്ചധികം മല്ലിയില വേണം, അതും ഇതിലേക്ക് തന്നെ കട്ട് ചെയ്തിടാം. കാൽ ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇത് വെള്ളമൊന്നും ചേർക്കാതെ തരിയോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ആദ്യം അരച്ചതിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 3 ബ്രെഡ് പൊടിച്ച് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർത്താലും മതി. അപ്പോൾ ഞാനത് ആ മിക്സിയിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണേന്ന്. ബ്രെഡ് പൊടിച്ചത് ഇതിലേക്ക് തന്നെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം വേണം ഇത് നമുക്കത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ആക്കിയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഓവലായിട്ടോ റൗണ്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞാനിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുക്കാൻ പോകണം. എണ്ണ ചൂടായാൽ നോക്കാം. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വടയുടെ ഷേപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഇടുന്നത്. ഇത് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇതുപോലെയാണ്. ഞാൻ ആ മാവ് വെച്ചിട്ട് കുറച്ച് വട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ്, പക്ഷേ ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും. നമ്മൾ ഫലാഫിലൊക്കെ കഴിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. റേഷൻ കടയിൽ നിന്ന് കിറ്റ് കിട്ടുമ്പോഴത്തേക്ക് ചെറുപയർ ഒത്തിരി കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.